എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇഷിത മണ്ഡപത്തിലേക്ക് വരുന്നത് കാണുമ്പം ആകെ സങ്കടപ്പെടുവാണ് രജനിയും ആകാശും. അവർക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. ഏതായാലും ഇഷിത എല്ലാവരെയും നോക്കി ഒന്ന് തൊഴുതതിന് ശേഷം മണ്ഡപത്തിൽ നിന്ന് വലം വെച്ച് മഹേഷിൻ്റെ അടുത്ത് വന്നിരിക്കുന്നു. മഹേഷിൻ്റെ കയ്യിലേക്ക് താലി എടുത്തു കൊടുത്ത് അങ്ങനെ താലിയിട്ട് നടക്കുവാണ്. അത് കഴിഞ്ഞ് ഓരോ ചടങ്ങുകളും നടക്കുമ്പോഴും വളരെ വിഷമത്തോടെ ഇങ്ങനെ നോക്കിയിരിക്കുന്ന രജനിയും വിനോദിനെയും അതുപോലെ ആകാശിനെയും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നുണ്ട്. താലിയിട്ട് കഴിഞ്ഞ് രണ്ടുപേരും പരസ്പരം മാല ഇട്ടു, മോതിരം കൈമാറി, സിന്ദൂരമൊക്കെ തൊട്ട് കൊടുത്ത് പുടവയൊക്കെ എടുത്തു കൊടുത്ത് അങ്ങനെ ഓരോ ചടങ്ങുകൾ അങ്ങനെ നടക്കുവാണ്. അന്നേരം എല്ലാം നെഞ്ചുപൊട്ടി നിൽക്കുന്ന നമ്മുടെ മനസ്സിനെയും ഒക്കെ കാണിക്കുന്നുണ്ട്. അവസാനം നമ്മുടെ മാഷ് മഹേഷിൻ്റെ കയ്യിലേക്ക് ഇഷിതയുടെ കൈ പിടിച്ചു കൊടുത്തുകൊണ്ട് കല്യാണത്തിലെ ചടങ്ങുകളൊക്കെ അങ്ങ് തീരുവാണ്. കൈ പിടിച്ചു കൊടുത്ത് അവർ മണ്ഡപത്തിന് വലം വെച്ച് എല്ലാവരെയും നോക്കി തൊഴുത് അങ്ങനെ ചടങ്ങുകളെല്ലാം തീർന്നു എന്നറിയുമ്പോൾ മനസ്സിനെ ആകെ വിഷമിച്ച് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പോരുവാണ്. എല്ലാവരും കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും എഴുന്നേറ്റ് ഇനി അടുത്ത ഭക്ഷണം കഴിക്കുകയൊക്കെയാണല്ലോ, എല്ലാവരും അങ്ങ് പോകും. അന്നേരം മനസ്സിനെ എഴുന്നേറ്റിങ്ങ് പോകുന്ന കഴിയുമ്പോഴേക്കും വിനോദും രജനിയും ആകാശവും ഒക്കെ അങ്ങ് ഇറങ്ങി ചെല്ലും. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നമുക്ക് എവിടെയാണ് പാളിച്ച പറ്റിയത്, എവിടെയാണ് തെറ്റിപ്പോയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം വിനോദം പറയുന്നുണ്ട് എവിടെയോ ഒരു ചതി നടന്നിട്ടുണ്ട് എന്ന്. അന്നേരം മനസ്സിനെ അങ്ങോട്ട് ഇറങ്ങി വരും. എന്നിട്ട് പറയും, അവർ ഇഷിതയും കൊണ്ട് പോകുന്നത് ഞാൻ കണ്ടതാണ്, എന്നിട്ട് പിന്നെ എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ലല്ലോ എന്ന് പറയും. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതേക്കും വിനോദം ഏർപ്പെടുത്തിയ 2 ഗുണ്ടകളുണ്ടല്ലോ, അവരവിടെ നിൽക്കുന്ന കാണും. എന്നിട്ട് ഇവർ അങ്ങോട്ട് ചെല്ലും. എന്നിട്ട് വിനോദം ചോദിക്കുന്നുണ്ട്, എന്താണ് സംഭവിച്ചത്, നിങ്ങൾ ഇഷിതയും കൊണ്ട് പോകുന്നതല്ലായിരുന്നു, എന്നിട്ട് എന്ത് പറ്റിയെന്ന് ചോദിക്കും. അന്നേരം അവർ പറയുന്നുണ്ട്, നമ്മളെ ആരോ ചതിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യം പറയുവാണ്. അവർ ഇഷിതയും കൊണ്ട് വന്ന് വണ്ടിയിലേക്ക് കയറാൻ തുടങ്ങുമ്പം വണ്ടിയിൽ വേറെ 3 ഗുണ്ടകളുണ്ടായിരുന്നു. അവരിവരെ കുറേ എടുത്തിട്ട് ഇടിക്കുകയൊക്കെ ചെയ്യും. ആ സമയം ഇഷിതയോട് അവർ പറയുന്നുണ്ട് മാഡം പൊക്കോ എന്ന്. അങ്ങനെയാണ് ഇഷിത കല്യാണ മണ്ഡപത്തിലേക്ക് തിരിച്ചു വരുന്നത്. അപ്പോൾ ഈ സംഭവം ഇങ്ങനെയാണ് നടന്നത് എന്ന് പറയുമ്പോൾ വിനോദ് ചോദിക്കുന്നുണ്ട്, അവന്മാർ ആരായെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്ന്. അങ്ങനെ അറിയത്തില്ല എന്ന് പറയുമ്പോൾ വിനോദ് ദേഷ്യപ്പെട്ട് അതിലൊരുത്തൻ്റെ കർണത്തിൻ്റെ ഒരു അടിയും കൊടുത്തിട്ട് നിങ്ങൾ പൊയ്ക്കോ എന്ന് പറയും. അവരെങ്ങോട്ട് പോയി കഴിയുമ്പോഴേക്കും ആകാശ് പറയുന്നുണ്ട്, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം നടന്ന ദിവസമാണ് ഇത് എന്ന് പറഞ്ഞിട്ടാണ് ആകാശ് അങ്ങ് പോകുന്നത്. അന്നേരം രചന ചോദിക്കുന്നുണ്ട്, എവിടെയാണ് ചതി നടന്നതെന്ന് അറിയാവോ എന്ന് വിനോദിനോട്. അപ്പോൾ അറിയില്ല എന്ന് പറയുമ്പം ഇനി എൻ്റെ ജീവിതത്തിൽ അങ്ങോട്ട് ട്രാജഡികളാണോ ഉണ്ടാകുന്നത് എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് വിഷമിച്ച് രജനി അങ്ങോട്ട് പോകും. മനസ്സിനെയും വിവാഹത്തിൻ്റെ ബാക്കി ചടങ്ങുകൾ നടത്താൻ വേണ്ടി അങ്ങോട്ട് പോവുകയാണ്. ബാക്കി കാര്യങ്ങൾക്കൊക്കെ ഒപ്പം നിന്നില്ലെങ്കിൽ സംശയിക്കുമല്ലോ എന്ന് പറഞ്ഞ് മനസ്സിനെ അങ്ങോട്ട് പോകുമ്പം ഒരു ചെറു പുഞ്ചിരിയോടെ നിൽക്കുന്ന വിനോദിനെ കാണിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് 2 അച്ഛന്മാരെയാണ്. 2 പേർക്കും ഒരുപാട് സന്തോഷമായി. തടസ്സങ്ങളൊന്നുമില്ലാതെ വിവാഹം നടന്നല്ലോ. അങ്ങനെ സമാധാനത്തിലായി 2 പേരും. എന്നിട്ട് പറയുന്നുണ്ട്, പെണ്ണിന് ഇറങ്ങാൻ സമയമായി, എന്തിയെ സ്വപ്നവല്ലി എന്ന് ചോദിക്കുമ്പം സ്വപ്നവല്ലിയും മഞ്ജുമയും നേരത്തെ പോയി, വീട്ടിൽ വിളക്കൊക്കെ റെഡിയാക്കി വെക്കേണ്ടത്, അതിന് അവരങ്ങോട്ട് പോയി എന്ന് പറയും. അങ്ങനെ ഇഷിതയും മഹേഷും വണ്ടിയിലേക്ക് കയറാനായിട്ട് വരുന്നു. എല്ലാവരോടും യാത്ര ചോദിക്കുന്നുണ്ട്. ഇഷിത തൊട്ട് അപ്പുറത്തെ ഫ്ലാറ്റ് തന്നെയാണ്, എങ്കിലും എല്ലാവരോടും യാത്ര ചോദിച്ചിട്ടാണ് പോകുന്നത്. മാഷിന് സങ്കടം വരുമ്പോൾ അച്ഛൻ എന്തിനാണ് വിഷമിക്കുന്നത്, ഒരു ഡോറിന് അപ്പുറത്ത് ഞാനില്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയും, അച്ഛൻ വിഷമിക്കരുത്, അച്ഛനാണ് ഞങ്ങളുടെ ബലം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരോടും യാത്ര പറഞ്ഞ് കെട്ടിപ്പിടിച്ച് സന്തോഷിച്ച് യാത്ര പറഞ്ഞ് വണ്ടിയിലേക്ക് കയറുവാണ്. അവരുടെ വണ്ടി അവിടെ നിന്ന് എടുത്തു കഴിയുമ്പോഴേക്കും അച്ഛ എന്ന് വിളിച്ചുകൊണ്ട് ഓടി വരുന്നുണ്ട്, ഡാഡി എന്ന് വിളിച്ചുകൊണ്ട് ഓടി വരുന്നുണ്ട് ചിപ്പിമോള് വണ്ടിയുടെ പുറകെ ഓടി എത്തുവാണ്. അന്നേരത്തേക്കും വണ്ടി നിർത്തും. മഹേഷിൻ്റെ കൈ മുറുക്കി പിടിച്ചിട്ട് പറയുന്നുണ്ട്, ഡാഡി എന്നെയും കൂടെ കൊണ്ടുപോകുമെന്ന്. അന്നേരം ഇഷിതയ്ക്ക് സങ്കടമാകുന്നു, കണ്ടു നിൽക്കുന്ന എല്ലാവർക്കും സങ്കടമാകുന്നുണ്ട്. പക്ഷേ അന്നേക്കും രചന വരും. എന്നിട്ട് മോളെ പിടിച്ചു മാറ്റും. എന്നിട്ട് നിങ്ങൾ പൊയ്ക്കോ എന്ന് പറയുവാണ്. അവരങ്ങ് പോകുമ്പോഴും ഡാഡി എന്നെ കൂടെ കൊണ്ടുപോകും എന്ന് പറഞ്ഞ് ചിപ്പിമോൾ ഉറക്കെ കരയുന്നുണ്ട്. കണ്ടു നിൽക്കുന്ന എല്ലാവർക്കും സങ്കടമാകുന്നു. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സ്വപ്നവല്ലിയും മഞ്ജിമയും ഫ്ലാറ്റിലേക്ക് എത്തി. അവർ വിളക്ക് എത്തിക്കാനൊക്കെ ആയിട്ട് തുടങ്ങുക. അന്നേരം മഞ്ജിമ പറയുന്നുണ്ട്, എന്നതൊക്കെയാണ് കല്യാണ മണ്ഡപത്തിൽ നടന്നത്, പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയി എന്നൊക്കെയല്ലേ പറഞ്ഞത്, ചുമ്മാ പറഞ്ഞതാണെന്ന് തോന്നുന്നത് എന്ന് പറയുമ്പം സ്വപ്നവല്ലി പറയുന്നുണ്ട്, പറയാൻ പറ്റില്ല, പെണ്ണിൻ്റെ ദേഹത്ത് എന്തോ ഒരു സ്വർണ്ണമാണ് കിടക്കുന്നത്, അങ്ങനെയൊക്കെ സംഭവിച്ചു കാണുമെന്ന് പറയുമ്പോൾ പിന്നെ എന്തോ ഒരു സ്വർണ്ണം ഉണ്ടെന്നാണ് പറയുന്നത്, മഹേഷ് ഒരു സിഒയാണ്, അവനൊരു 10 കിലോ സ്വർണ്ണവും ഒരു ബെൻസ് കാറും കൊട്ടാരും ഒക്കെ കിട്ടേണ്ടതായിരുന്നു എന്ന് പറയും. അന്നേരം പെട്ടെന്നൊരു സങ്കടം വരുന്നുണ്ട് സ്വപ്നവല്ലിക്ക്. എന്നിട്ട് പറയും, ഇതൊരു നഷ്ടക്കച്ചവടമാണ് എന്ന് പറയുക മഞ്ജിമ. അന്നേരം സ്വപ്നവല്ലി പറയുന്നുണ്ട്, ഇതിപ്പോൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും കല്യാണം നടന്നു എന്ന് പറഞ്ഞാലും 100-നേക്കാൾ മുകളിലായിരിക്കും എന്നും 101, അതിന് യാതൊരു മാറ്റവും കാണുകയില്ല എന്ന് പറയുവാണ് സ്വപ്നവല്ലി. അത് കഴിഞ്ഞ് വിനോദിൻ്റെ കാര്യം പറയുന്നുണ്ട്. വിനോദ് വന്നിരുന്നു, അടുത്ത് പോയെന്ന് സംസാരിക്കാൻ പോലും പറ്റിയില്ല സ്വപ്നവല്ലിക്ക് എന്ന് പറയുമ്പം മഞ്ജിമ പറയുന്നുണ്ട്, അമ്മ ഒരിക്കലെങ്കിലും കണ്ടില്ല, ഞാൻ ഒരു തവണ പോലും അവനെ കണ്ടില്ല, ഇനി അവനുമായിട്ട് അടുത്ത് കഴിഞ്ഞാൽ അവന് ഒരു വിവാഹമൊക്കെ കഴിപ്പിച്ചു കൊടുക്കണം എന്ന് പറയുമ്പം സ്വപ്നവല്ലി പറയുന്നുണ്ട്,
അത് മഹേഷുമായിട്ടുള്ള അവൻ്റെ പിണക്കം മാറിക്കഴിയുമ്പോൾ മഹേഷ് തന്നെ നടത്തി കൊടുത്തോളും. അവർ രണ്ടുപേരും കൂട്ടുകാരെ പോലെ ഒരുമിച്ച് നടക്കുന്നത് എനിക്ക് കാണണം. പണ്ടത്തെ വിനോദല്ല, അവൻ്റെ മനസ്സിലിപ്പം ഏട്ടനോട് ഒരുപാട് സ്നേഹമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ സ്വപ്നവല്ലി. അന്നേരം മഞ്ജിമ പറയുന്നുണ്ട്, ഇങ്ങോട്ട് ഒരുത്തിയെ ഇതിനു മുമ്പ് വിളക്ക് കത്തിച്ച് കയറ്റിയതാ, ഇന്നിപ്പം വിളക്ക് കത്തിച്ച് കയറ്റുന്നവൾ എത്ര നാളുണ്ടെന്ന് ആർക്കറിയാം എന്ന് പറയുമ്പോഴേക്കും സ്വപ്നവല്ലിക്ക് ദേഷ്യം വരും. സ്വപ്നവല്ലി ചാടി എഴുന്നേറ്റിട്ട് പറയുന്നുണ്ട്, അതേ നിൻ്റെ നാവെടുത്ത് വളയ്ക്കണ്ട, എൻ്റെ മോൻ സ്വസ്ഥമായിട്ട് ജീവിച്ചോട്ടെ, ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നാത്തൂൻ പോരിന് എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് നടക്കില്ല കേട്ടോ എന്ന് സ്വപ്നവല്ലി പറയും. അന്നേരം മഞ്ജിമ പറയുന്നുണ്ട്, എൻ്റെ തല കയറാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഒട്ടും വിട്ടു കൊടുക്കില്ലെന്ന്. അന്നേരം സ്വപ്നവല്ലിക്ക് ദേഷ്യം വന്ന് പിന്നെയും വഴക്ക് പറയാൻ തുടങ്ങുന്നതേക്കും അങ്ങോട്ടേക്ക് മഹേഷിൻ്റെ അച്ഛൻ വരും. എന്നിട്ട് വിളക്ക് കത്തിച്ചില്ലെന്ന് കഴിയുമ്പോൾ ആ കത്തിച്ചു എല്ലാം എടുക്കാൻ തുടങ്ങുമായിരുന്നു എന്ന് പറയും. അങ്ങനെ ആരതിയൊക്കെ കത്തിച്ച് വിളക്കും കത്തിച്ച് അവർ പുറത്തേക്ക് വരുന്നതേക്കും അങ്ങോട്ടേക്ക് മഹേഷും ഇഷിതയും കൂടെ വരും. അപ്പം സ്വപ്നവല്ലി ആരതിയൊക്കെ ഒന്ന് ഒഴിയും. എന്നിട്ട് വിളക്ക് ഇഷിതയുടെ കയ്യിലോട്ട് കൊടുത്തിട്ട് പറയുന്നുണ്ട്, നല്ല ഐശ്വര്യമായിട്ട് ഈ കുടുംബത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും കൊടുക്കണം, ഒരുപാട് കാലം മഹേഷിൻ്റെ കൂടെ സുഖമായിട്ട് ജീവിക്കാൻ കഴിയണം എന്നൊക്കെ ധ്യാനിച്ചുകൊണ്ട് അകത്തേക്ക് കയറിക്കോ എന്ന് പറയും. ഏതായാലും വിളക്ക് കയ്യിൽ മേടിച്ച് വലത് കാല് വെച്ച് ഇഷിത അകത്തേക്ക് കയറുവാണ്. അതിനുശേഷം വിളക്ക് പൂജാമുറി കൊണ്ടുവയ്ക്കാൻ പറയും. ഇഷിത പൂജാമുറി വിളക്ക് കൊണ്ടുവച്ച് പ്രാർത്ഥിക്കുന്നു. അന്നേരം മഞ്ജിമയുടെ ഹസ്ബൻഡ് പറയുന്നുണ്ട്, ഇത്രയും ദിവസം യാതൊരു നാണവും ഇല്ലായിരുന്ന ഡോക്ടറാണ്, കല്യാണവേഷം വന്നപ്പം പെട്ടെന്ന് നാണം വന്നത് കണ്ടോ, അതാണ് കല്യാണ വേഷത്തിൻ്റെ ഒരു മഹത്വം എന്ന് പറയുമ്പം ഒരു ചെറിയ ചിരിയൊക്കെ വരുന്നുണ്ട് മഹേഷിനും. ഏതായാലും പൂജാമുറിയിൽ വിളക്ക് വെച്ചതിന് ശേഷം തിരിച്ചു വന്നിട്ട് സ്വപ്നവല്ലിയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം മേടിക്കുവാണ് ഇഷിത. അന്നേരം സ്വപ്നവല്ലി ഇഷിതയോട് പറയും, ഒരുപാട് കാലം എൻ്റെ മകൻ്റെ കൂടെ ഐശ്വര്യവും സമാധാനത്തോടും കൂടി 100 വർഷത്തോളം ജീവിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ അനുഗ്രഹിക്കുവാണ്, അങ്ങനെ പ്രാർത്ഥിക്കുവാണ് എന്ന് പറയുമ്പോൾ സന്തോഷത്തോടെ നിൽക്കുന്ന ഇഷിതയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു.